പ്രൈസ് ലോർഡ്, ദൈവനാമത്തിൽ മാറാകട്ടെ. ഇന്ന് ഞാൻ എസ്തേറിൻ്റെ പുസ്തകത്തിലാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: എസ്തേർ എന്ന ഹസ്ദയ്ക്ക് അമ്മയപ്പന്മാരില്ലായിരുന്നു. അവൾ കാണാൻ സുമുഖിയായിരുന്നു, സുന്ദരിയായിരുന്നു. അവളുടെ അമ്മായിയപ്പനാണ് അവളെ എടുത്തു വളർത്തിയത്. ഒരു വളർത്തു പുത്രിയായിട്ട് വളരുമ്പോൾ നമുക്കറിയാം ചില പരിമിതികളുണ്ടല്ലേ. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവൾ വളർന്നത്. അവളുടെ യൗവനവും അവളുടെ എല്ലാ സ്റ്റേജിലും അവൾ അച്ഛനമ്മയില്ലാതെ പരിമിതിക്കുള്ളിൽ വളർന്നു. എന്നാൽ ആ പരിമിതികളെയൊക്കെ ഒരു പ്രൊട്ടക്ഷനായി, ഒരു ബ്ലെസ്സിങ്ങായി ദൈവം അവളെ കണ്ടിരുന്നു. വസ്തിക്ക് പകരമായിട്ട് ദൈവം അവളെ രാജ്ഞിയാക്കി ആ ശൂഷൻ രാജധാനിയിൽ അവളെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഇന്ന് നാം കാണുന്ന പല പ്രതികൂലങ്ങളിലും നമ്മളും ചില കാര്യങ്ങളിൽ പരിമിതിക്കുള്ളിലാണല്ലേ. നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, നമ്മൾ ചിറക് വെച്ച് പറന്നു പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ കാണാറുണ്ട്, ചില വിഷയങ്ങളുടെ മേൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ അതിലൊക്കെ നമുക്ക് പറന്നു പോകുന്ന അവസ്ഥ വന്നിട്ടില്ല. കാരണം നമ്മൾ ചില പരിമിതിക്കുള്ളിലാണ്. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇതൊന്ന് പരിമിതി. 2 വന്ന് അന്യൻ്റെ സ്വാദുപോലെ നമുക്ക് കഴിക്കാൻ പാടില്ല. അന്യദൈവങ്ങളെ കുമ്പിടരുത്. ഇങ്ങനെയുള്ള ചില പരിമിതികൾ ദൈവമക്കളായ നമുക്കുണ്ട്. നമുക്ക് അമ്മയപ്പന്മാരുണ്ട്, നമുക്ക് സഹോദരങ്ങളുണ്ട്, കൂടെപ്പിറപ്പുകൾ എല്ലാവരും ഉണ്ട്. പക്ഷേ ഈ എസ്തേർ എന്ന സ്ത്രീക്ക് അമ്മയപ്പന്മാരില്ലാതെ തൻ്റെ അമ്മായിയപ്പൻ വളർത്തുമ്പോൾ, അല്ലെങ്കിൽ ഇന്നൊരിടത്ത് വളരുമ്പോൾ മാക്സിമം ചില ആഗ്രഹങ്ങളും ചില കാര്യങ്ങളൊക്കെ അവൾ വിട്ടുകൊടുത്തായിരിക്കും ജീവിച്ചു വന്നത്. നമുക്ക് നമ്മുടെ അച്ഛനമ്മയടുത്ത് സ്വതന്ത്രമായിട്ട് പറയുന്ന പോലെ നമ്മൾ ഇനിയൊരിടത്ത് വളരുമ്പോൾ അല്ലെങ്കിൽ ഇനിയൊരിടത്തായിരിക്കും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് എത്രത്തോളം വേണ്ടപ്പെട്ടത് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ. വസ്തിയും ചില അഹങ്കാരത്തോടെ ആ രാജധാനിയിൽ കാണിക്കുമ്പോൾ, ചില കാര്യങ്ങൾ രാജാവിനെതിരെ നിൽക്കുമ്പോൾ എസ്തേറിനെ ദൈവം കണ്ടിരുന്നത് കൊണ്ടാണ്, എൻ്റെ അഭിപ്രായത്തിൽ എസ്തേറിനെ കണ്ടത് കൊണ്ടാണ് വസ്തിക്ക് അന്ന് ആ നികളത്തെ ദൈവം കൊടുത്തത്. വസ്തി അന്ന് ആ നികളം കാണിച്ചില്ലായിരുന്നെങ്കിൽ വസ്തിക്ക് പകരം എസ്തേറിനെ ദൈവം അവിടെ ഒരിക്കലും രാജധാനിയിൽ രാജ്ഞിയായിട്ട് എടുക്കാൻ കഴിയില്ല. അതിന് ദൈവം മുഖാന്തരം ഒരുക്കിയെന്നേ എൻ്റെ അഭിപ്രായത്തിൽ പറയാനുള്ളൂ. കാരണം നമ്മളും ദൈവമക്കളാണ്. നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് കിട്ടുമെന്നുണ്ടെങ്കിൽ ചില തിരിമറി, അല്ലെങ്കിൽ ചില പ്രവർത്തികൾ മറിക്കും ദൈവം. ചില സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമെന്ന് നമ്മൾ ചിന്തിച്ചാലും നമുക്ക് അനുകൂലമാക്കി ദൈവം തരും. നമ്മൾ ഫസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ, അല്ല നമുക്ക് എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ നമുക്കത് കിട്ടാൻ കഴിയില്ല. ഇത് ഒത്തിരി ദൂരമായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സമയമാകുമ്പോൾ നമ്മളെ ഒത്തിരി അടുത്തായിരിക്കും. ഇതാണ് ഇവിടെ നടന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവളെ പിന്നെ അതിൽ താഴോട്ട് വായിക്കുന്നുണ്ട്, അതിൻ്റെ 17 വായിക്കുന്നുണ്ട്, അവളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അവളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അവൾ എല്ലായിടത്തും എല്ലായിടത്തും അനുസരിച്ച് പോകുന്ന, എല്ലാ രീതിയിലും അവൾ നല്ല ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവൾക്ക് എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെട്ടത്. ദൈവത്തിനും അവളെ ഇഷ്ടമായിരുന്നു. എല്ലാവരെക്കാളും നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ഭൂമിയിൽ നമുക്ക് ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ, നമ്മളെ വെറുപ്പോടെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും. പക്ഷെ അങ്ങനെയല്ല. എല്ലാവരും വെറുത്തിട്ട് നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഹീറോയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും നമുക്കുണ്ട്, എല്ലാവരും എന്ത് പറഞ്ഞാലും വാങ്ങിത്തരാൻ ഈ ഭൂമിയിൽ എല്ലാവരും ഉണ്ട്. പക്ഷെ ദൈവം ഇല്ലെങ്കിൽ നമ്മൾ സീറോ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ആ ഹീറോ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം നമ്മൾ ഹീറോ ആയാൽ നമുക്ക് ഒന്നുമില്ല, ഈ ഭൂമിയിൽ നമ്മൾ കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇവിടെ മാത്രമല്ല, നമുക്ക് ഇനിയൊരു ദേശമുണ്ട്, അക്കരെ വാസമുണ്ട്, ആ നിത്യദേശമുണ്ട്. അവിടെ നമ്മൾ എത്തണമെങ്കിൽ ഹീറോവായ ജീസസ് നമ്മുടെ കൂടെ വേണം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലുള്ള ചിലതൊക്കെ വെടിയണം. ചിലർ നമ്മളെ വെറുക്കണം, ചിലർ നമ്മളെ ഉപേക്ഷിക്കണം, ചിലർ നമ്മൾ മിണ്ടാതെ പോകണം. അപ്പം നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, നമ്മൾ മരണം അവരെ നമ്മളിൽ നിന്ന് വേർപെടുത്തുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ കഴിഞ്ഞു, നമ്മളിനി ഒന്നുമില്ല എന്നല്ല. അങ്ങനെ ചിന്തിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. എസ്തേറിനെ അന്ന് ആ കഷ്ടത്തിൽ നിന്ന് ദൈവം വലിച്ചെടുത്തുവെങ്കിൽ, എസ്തേറിനെ ഹല്ലേലൂയ, സ്തോത്രം, ആ ദിവസങ്ങളിൽ അവളെ പണിതത്, ആമേൻ, ഹല്ലേലൂയ, ഒരു രാജ്യത്തിൻ്റെ വലിയൊരു ഭാരം അവളുടെ മേൽ കൊടുക്കാനാണ്. അത്രയും രാജ്യത്തെ അവൾ ഭരിക്കാൻ വേണ്ടി, രാജ്ഞിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് ദൈവം അവളെ പ്രൊട്ടക്ഷൻ ചെയ്ത് അവളെ സേഫ്റ്റിയാ ഓരോ കാലഘട്ടത്തിലും കൊണ്ടുവന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
അവളിൽ ദൈവമഹത്വം വെളിപ്പെട്ടത് അല്ലേലൂയ അവൾ പ്രാർത്ഥനയോടെ ആയിരുന്നത് കൊണ്ടാണ്. അവൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചു. അവൾക്ക് വേണമെങ്കിൽ ഈ രാജധാനിയിൽ വന്നു ദൈവം പൊൻചെങ്കോൽ നീട്ടുമ്പോഴത്തേക്കും ആ രാജധാനിയിൽ തൻ്റെ രാജകുലത്തെ മറന്നുകൊണ്ട്, നമുക്കറിയാം മൊർദെഖായി അല്ലെങ്കിൽ ഹാമാൻ ഒരിക്കൽ കഴുകുമരത്തിൽ കുരുങ്ങേണ്ടതാണ്. അന്ന് അവൾ വായി മിണ്ടാതിരുന്നെങ്കിൽ, ആ തൻ്റെ ജനത്തെ അവൾ കൊല്ലുവാൻ വേണ്ടി സമ്മതിച്ചിരുന്നുവെങ്കിൽ, മൗനത്തെ കൊടുത്ത് അവൾ അനുകൂലമായിരുന്നെങ്കിൽ, ഒരു കാരണവശാലും അവൾക്ക് ആ പദവി സ്ഥിരമാകുകയില്ല. ദൈവം അവളുടെ കൂടെ ഇല്ല എന്നാണ്. പക്ഷേ അങ്ങനെയല്ലായിരുന്നു. ദൈവം അവളെ കൂടെ ഇരുന്ന്, ഹല്ലേലൂയ സ്തോത്രം, രാജാവിന് അവളോട് അലിവ് തോന്നി. പൊൻചെങ്കോൽ നീട്ടി, മകളെ രാജ്യത്തിൻ്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം, നീ എന്നോട് ചോദിച്ചുകൊള്ളൂ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നുള്ളൊരു ചോദ്യത്തിന് അവളുടെ സ്വയത്തിന് വേണ്ടി നിൽക്കാതെ, അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങളൊന്നും പറയാതെ, അവളുടെ ഉയർച്ച ഒന്നും നോക്കാതെ അവൾ അവളുടെ കുലത്തെ രക്ഷിച്ചു. അതായത് ദൈവിക കുലത്തെ, ആമേൻ ഹല്ലേലൂയ സ്തോത്രം, സ്വന്തം ദൈവിക ഇസ്രായേൽ അല്ലെങ്കിൽ സ്വന്തം ജനത്തെ, ദൈവജനത്തെ ആ ദൈവികമായ ഹല്ലേലൂയ സ്തോത്രം പദ്ധതിയിലേക്ക് അവൾ കടന്നു വരികയാണ്. ഒരു നിയോഗം പോലെ ദൈവം അവളെ കൊണ്ടെത്തിക്കുകയാണ്. തൻ്റെ ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ എൻ്റെ മകളെ തന്നെ അവിടെ എത്തിക്കണമെന്ന് ദൈവം മുന്നമേ പദ്ധതി ഇട്ടിരുന്നു. അതുപോലെ എന്നെയും നിങ്ങളെ പല കാര്യങ്ങളിൽ ദൈവം മുന്നമേ പദ്ധതി ഇടും. പ്രിയമുള്ളവരെ, പ്രതികൂലം വരും, രോഗങ്ങൾ വരും, നിരാശകൾ വരും. അതിലൊക്കെ ചില മുഖാന്തരങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ നമ്മൾ കൂടി ലിങ്ക് ആക്കുന്നു, അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മളായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക, ഇതിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തളർന്നു പോകുവാനല്ല, ദൈവമഹത്വം വെളിപ്പെടുവാൻ, നമ്മൾ ചിലരെ കർത്താവെ കണ്ടുമുട്ടുവാൻ, അല്ലെങ്കിൽ ദൈവം ചിലരെ കണ്ടുമുട്ടുവാൻ വേണ്ടി ചില മുഖാന്തരങ്ങളെ ഒരുക്കുന്നതാണ്. ചില ശോധനകൾ, ചില തീയിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥ, ചില വെള്ളത്തിൽ കൂടി കടന്നു പോകുന്ന അവസ്ഥ. പക്ഷേ തീയിൽ കടന്നു പോയാലും, വെള്ളത്തിൽ കടന്നു പോയാലും, തീയിൽ കടന്നു പോകുമ്പോൾ വെന്തു പോകുകയില്ല. വെള്ളത്തിൽ കൂടി നടന്നു പോയാൽ വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. വചനമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആ വചനപ്രകാരം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം ഒന്നുകൂടി നിങ്ങളത്തിന് സമർപ്പിക്കുക. നമ്മൾ വസ്തിയാണോ, ഇല്ല നമ്മൾ എസ്തേറാണോ? വസ്തിയാണെങ്കിൽ തൻ്റെ ആ പദവിയിൽ ആഡംബരം കാണിച്ച് അഹങ്കരിച്ച് ഉള്ളതും കൂടി നശിപ്പിക്കാം. രണ്ട് ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തീരുമാനിക്കാം ദൈവജനമേ. രണ്ടാമത് ആദ്യമായിട്ട് പറയാനുള്ളതാണ് എസ്തേറിനെ പറ്റി. എസ്തേർ വന്നിട്ട് തൻ്റെ രാജ്യത്തെയും തൻ്റെ രാജകുലത്തെയും തൻ്റെ ദൈവജനത്തെയും തൻ്റെ ദൈവത്തെയും വിട്ടുകൊടുക്കാതെ അവൾ 3 ദിവസം ഉപവസിച്ചു. അവൾ ഉപവസിക്കുമ്പോൾ നമുക്കറിയാം, ബൈബിൾ വായിച്ച ചരിത്രം വായിച്ചവർക്കറിയാം, അവരുടെ കന്നുകാലികൾ വരെ ഉപവാസത്തിലിരുന്നു. ആർക്കുമേ ഭക്ഷണം ഒന്നും കൊടുത്തിട്ടില്ല. അവളുടെ തോഴിമാർ, അവൾക്ക് സംബന്ധപ്പെട്ട എല്ലാവരും ഈ അവളുടെ ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ എഴുതിയ തീരുമാനത്തെ മാറ്റി എഴുതുവാൻ, ഹാമാൻ ഒരുക്കിയ കഴുകുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കുവാൻ ദൈവം ഹല്ലേലൂയ അവളെ പണിയുകയായിരുന്നു. അവളുടെ അടുത്ത തീരുമാനം ഹല്ലേലൂയ എനിക്കും നിങ്ങൾക്കും എടുക്കാമെന്ന് രാത്രികാലം നമ്മൾ ഹല്ലേലൂയ പലപ്പോഴും തീരുമാനമെടുക്കും. പക്ഷേ പ്രതികൂലം വരുമ്പോൾ തീരുമാനത്തെ മാറ്റി, പ്രതികൂലം ഏതാണോ അതിനനുസരിച്ച് അങ്ങ് പോകും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയല്ല ദൈവജനമേ, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ അതിന് എന്ത് വന്നാലും, നഷ്ടം വന്നാലും, കഷ്ടം വന്നാലും, ആരെല്ലാം നമ്മളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം വിട്ടുപോയാലും, ഇല്ല, എന്നിലുള്ളൊരു കർത്തവ്യമുണ്ട്. ദൈവം എന്നെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി ഞാൻ നിലനിൽക്കുമെന്ന് ചിന്തിക്കുക, തീരുമാനിക്കുക, ഉറച്ചു നിൽക്കുക. ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് ആ കാര്യങ്ങൾ നിവർത്തിച്ചു തരും. എസ്തേർ കണ്ടോ, എസ്തേർ വിചാരിച്ചതേയല്ല അവൾ രാജ്ഞിയാകുമെന്ന്, അല്ലെങ്കിൽ രാജാവ് തൻ്റെ പൊൻചെങ്കോൽ, തൻ്റെ ജീവനെ വരെ വെടിഞ്ഞുകൊണ്ടാണ് അവൾ ആ ഉപവാസത്തോടെ രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. അവൾ ഒന്ന് മാത്രം എടുത്തു, ആമേൻ ഹല്ലേലൂയ, ഉപവാസം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെടും. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും പുറപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാർത്ത വായിച്ചാണോ നമ്മൾ പുറപ്പെടുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ചിന്തിക്കുക ഈ രാത്രികാലം. ഹല്ലേലൂയ. ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം. എവിടെ പോയാലും കർത്താവിനെ പിടിച്ചു കൊണ്ടുപോകുക. യേശുവേ, എനിക്ക് മുൻപായി നീ കടന്നു പോകണം, എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തതിന് മുൻപായി നീ ചെയ്തതാ യേശുപ്പാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു പോകുക. തീർച്ചയായിട്ടും നിങ്ങളോടും കൂടെ ദൈവം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെയാണ് ആമേൻ ഹല്ലേലൂയ ഈ എസ്തേറും ചെയ്തത്. അവൾ 3 ദിവസം ഉപവസിച്ചു, ആത്മതപനം ചെയ്ത് അവൾ രാജാവിൻ്റെ സന്നിധിയിൽ കടന്നു പോകുകയാണ്. അപ്പോഴും അവളുടെ രാജ്യത്തിന് വേണ്ടി, അവളുടെ ആ ജനത്തിന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു അവൾ കടന്നു പോയത്. അല്ലെങ്കിൽ ആ രാജാവ് അവളെ കണ്ടപ്പോൾ തന്നെ രാജാവിന് അവളോട് അലിവ് തോന്നി, അവളോട് സ്നേഹം തോന്നി. മകളെ, രാജ്യത്തിൻ്റെ പകുതിയോളം വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം, നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടേ? ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളാണെങ്കിൽ അത് വേണം, ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുമല്ലേ. ഹല്ലേലൂയ സ്തോത്രം. അവൾ അവളുടെ സ്വന്തം ജനത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ഹല്ലേലൂയ സ്തോത്രം ആ രാജാവിനോട് ചോദിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടെന്താ അവൾക്ക് ആ ജനത്തെ രക്ഷിപ്പാനും ആ രാജ്യത്തിൻ്റെ അധികാരിയായിട്ടിരിപ്പാനും ദൈവം അവൾക്ക് കൃപ കൊടുത്തു.
ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമുക്ക് കൃപകൾ തരുന്നുവെങ്കിൽ, ദൈവം നമ്മളെ ഹല്ലേലൂയ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിറക്കിയെങ്കിൽ, ഒരു സ്ഥാനത്ത് നമ്മളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ, അത് വചനം വായിക്കുന്നു, അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. അവൾ അല്പത്തിൽ വിശ്വസ്തയായിരുന്നത് കൊണ്ടാണ് അവളെ അധികത്തിൽ വിചാരകയാക്കിയത്. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ കർത്താവ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ തീരുമാനം എടുക്കുക. ഈ ദിവസങ്ങളിൽ പുതിയ വർഷത്തിലേക്ക് ഹല്ലേലൂയ വർഷം കടന്നുപോയി അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വർഷം നമുക്ക് കൺമുൻപിൽ തൊട്ട് മുൻപിൽ നിൽക്കുകയാണ്. തീരുമാനം എടുക്കാമോ? കർത്താവ് തരുന്ന ഏത് ഹല്ലേലൂയ തീരുമാനമായാലും, കർത്താവ് തരുന്ന ഏത് പോസ്റ്റിങ്ങിലായാലും ഞാൻ കൃത്യനിഷ്ഠതയോടെ വിശ്വസ്തയോടെ ആയിരിക്കുമെന്ന്. ഇവൾ വിശ്വസ്തതയായിരുന്നു, എസ്തേർ വിശ്വസ്തതയായിരുന്നു. സ്ത്രീകളെ ബൈബിൾ ഒത്തിരി സ്ത്രീകളെ എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് എസ്തേറിനെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം അവൾ ഉപവസിച്ച് അവളുടെ കാര്യത്തെ, ആ രാജ്യത്തെ നേടി, അവളുടെ ദൈവജനത്തെ നേടി, കർത്താവിൻ്റെ കൃപ പ്രാപിച്ചു, രാജാവിൻ്റെ അലിവ് നേടി, സ്നേഹം നേടി, ആ രാജ്യത്തിൻ്റെ ഹല്ലേലൂയ ഭരണാധികാരിയായി മാറുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മൾ പല സ്ഥാനങ്ങളിലും കുറഞ്ഞു പോകാറുണ്ട്. ഭാരപ്പെടേണ്ട. ഒരിടത്ത് കുറഞ്ഞു പോയാൽ മറ്റൊരു തലത്തിൽ ദൈവം നമ്മളെ മാനിക്കും. ഹല്ലേലൂയ സ്തോത്രം. ചെറിയ നിന്ന വലിയ നന്മയുടെ അടയാളമാണ്. ചെറിയ തോൽവികൾ വലിയ സ്റ്റെപ്പുകൾ, വലിയ വിജയത്തിൻ്റെ ആമേൻ ഹല്ലേലൂയ സ്റ്റെപ്പുകളാണ്, മുൻ സ്റ്റെപ്പുകളാണ്. ഇത് നടന്നു വേണം നമ്മൾ മേഖലയിലേക്ക് കടന്നു പോകുവാൻ. ഹല്ലേലൂയ സ്തോത്രം. അനർത്ഥം വരുമ്പോൾ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഉടനെ ദൈവത്തെ തള്ളി പറയുകയോ പിറുപിറുക്കുകയോ ചെയ്യാതെ എസ്തേറിനെ പോലെ നമുക്ക് തീരുമാനമെടുക്കാം. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ വിതച്ചാൽ ദൈവം ആർപ്പോടെ കൊയ്യുവാനൊരു കൊയ്ത്തു തരുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. എസ്തേറിനെ പോലെ പ്രാർത്ഥന വീരത്തിയായി എല്ലാവരും ഹല്ലേലൂയ ആയിരിക്കട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ വചനത്തോടെ ഹല്ലേലൂയ നിങ്ങളോടുള്ള സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.